عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد. ബഹുമാനപ്പെട്ട ഉസ്താദുമാരെ, പ്രിയപ്പെട്ട എൻ്റെ മുത്തഅല്ലിം സുഹൃത്തുക്കളെ, ഇന്ന് എനിക്കിവിടെ എന്നിൽ അർപ്പിതമായ വിഷയം ഫലസ്തീൻ കൂട്ടക്കുരുതി ഐക്യരാഷ്ട്രസഭയിൽ പ്രഹസനമാകുമ്പോൾ എന്ന വിഷയത്തെ ആസ്പദമാക്കി കുറച്ചു കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കാം. നാഥൻ തൗഫീക്ക് നൽകുമാറാകട്ടെ. ആമീൻ. പ്രിയമുള്ള സഹോദരങ്ങളെ, നമുക്കറിയാം ഫലസ്തീൻ വർഷങ്ങളായി നിരന്തരം അക്രമം നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് വെടിനിർത്തൽ എന്ന വാക്ക് പ്രാധാന്യം അർഹിക്കുന്നുണ്ടോ എന്ന് അറിയില്ല. മനസ്സിൽ നന്മയുള്ള മുഴുവൻ മനുഷ്യരും ഇസ്രായേൽ വെടിനിർത്തലിന് വേണ്ടി തെരുവിൽ ശബ്ദമുയർത്തിക്കൊണ്ടിരിക്കുന്നു. കുട്ടികളും സ്ത്രീകളും അടക്കം ആയിരങ്ങളാണ് ഫലസ്തീനിലെ ഇസ്രായേൽ ബോംബിങ്ങിൽ മരിച്ചു വീണുകൊണ്ടിരിക്കുന്നത്. വെടിനിർത്തലാണ് സമാധാനകാംക്ഷികളായ എല്ലാവരുടെയും ആവശ്യം. ലോക പാർലമെന്റായി ഗണിക്കപ്പെടുന്ന UN ജനറൽ അസംബ്ലിയിൽ 121 രാജ്യങ്ങളാണ് അടിയന്തര വെടിനിർത്തലിനായി ആവശ്യപ്പെട്ടത്. ബന്ദികളാക്കിയ എല്ലാവരെയും മോചിപ്പിക്കണമെന്നും ഈ പ്രമേയം ഉന്നയിക്കുന്നുണ്ട്. 14 രാജ്യങ്ങൾ ഈ പ്രമേയത്തെ എതിർക്കുകയും ഇന്ത്യ അടക്കം 44 രാജ്യങ്ങൾ വോട്ടിംഗിൽ നിന്ന് വിട്ടുനിൽക്കുകയും ചെയ്തു. വെടിനിർത്തൽ എന്ന അതിപ്രധാനമായ വിഷയം ചർച്ചയ്ക്ക് വരുമ്പോൾ മറ്റു കാര്യങ്ങൾ അതിൽ കയറി വരാതിരിക്കുക എന്നത് വളരെ പ്രാധാന്യമർഹിക്കുന്നുണ്ട്. എന്നിട്ടും പ്രമേയത്തിന് അനുകൂലമായി വോട്ട് ചെയ്തവരും വോട്ടിൽ നിന്ന് വിട്ടുനിന്നവരുമായ രാജ്യങ്ങൾ അതിശക്തമായ ഭാഷയിലാണ് ഹമാസിനെതിരെ സംസാരിച്ചത്. ഹമാസിന്റെ തീവ്രവാദ സ്വഭാവത്തെക്കുറിച്ച് പ്രമേയത്തിൽ ഒന്നും പറയുന്നില്ലെന്നാണ് ഇന്ത്യ ഉന്നയിക്കുന്ന വാദം. ഹമാസ് തീവ്രവാദ സംഘടനയാണോ അല്ലയോ എന്നതാണോ ഇപ്പോഴത്തെ പ്രശ്നം? ഒരിക്കലുമല്ല. അതോ ഇസ്രായേലിന്റെ നിരന്തരമായ ബോംബിങ്ങിൽ ഗാസയിൽ ജീവനറ്റുപോകുന്ന ആയിരങ്ങളുടെ നിലവിളിയോ? സമൂഹത്തിനിടയിൽ പെട്ടെന്ന് ഭയം സൃഷ്ടിക്കാനുള്ള മാർഗമാണ് തീവ്രവാദം. ആ ഭയം പെട്ടെന്ന് അക്രമ സ്വഭാവം കൈക്കൊള്ളണമെന്നില്ല. അതേസമയം എപ്പോഴും എന്തും സംഭവിക്കാമെന്ന തരത്തിൽ സമൂഹത്തെ പിടിച്ചിരുത്താൻ അതിന് കഴിയുമെന്നത് യാഥാർത്ഥ്യമാണ്. ഇടതുമത ദേശീയതടക്കം ഏതൊരു ആശയ സംഹിതയും ഒരുപക്ഷെ മതേതരത്വം പോലും തീവ്രവാദ സ്വഭാവം സ്വീകരിച്ചേക്കാം. അതിന്റെ നിരവധി ഉദാഹരണങ്ങൾ കഴിഞ്ഞ നൂറ്റാണ്ടിലും ഈ നൂറ്റാണ്ടിലുമായി നമുക്ക് കാണാനാകും. ഹമാസിന്റെ ആക്രമണത്തെ എതിർക്കുകയും ഇസ്രായേലിന്റെ ആക്രമണത്തെ ന്യായീകരിക്കുകയും ചെയ്യുന്ന ലോകരാഷ്ട്രങ്ങളുടെ ഇരട്ടത്താപ്പിനെ എന്ത് പേര് വിളിക്കാനാണ്? ഇസ്രായേൽ ന്യായീകരണ കൂട്ടത്തിൽ ഇന്ന് ഇന്ത്യയും അംഗമായി കൊണ്ടിരിക്കുകയാണ്. ഇന്ത്യൻ ഗവൺമെന്റിന്റെ മൗന സമീപനം ഗസയിലും വെസ്റ്റ് ബാങ്കിലും ഇസ്രായേൽ നടത്തുന്ന അതിക്രമണത്തിനുള്ള പിന്തുണയായേ വിലയിരുത്താൻ പാടുള്ളൂ. നിലവിലെ ഇന്ത്യയുടെ നിലപാട് തീർത്തും ലജ്ജാകരമാണ്. കാരണം സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന രാഷ്ട്രമായിരുന്നിട്ട് പോലും ദക്ഷിണാഫ്രിക്കയിലെ വർണ്ണവിവേചനത്തിനെതിരെ ശബ്ദമുയർത്തിയ ആദ്യ രാജ്യങ്ങളുടെ കൂട്ടത്തിൽ ഇന്ത്യ ഉണ്ടായിരുന്നു. ഫലസ്തീനികളുടെ ജീവിക്കാനുള്ള അവകാശത്തിന് വേണ്ടി ഉയർന്ന ആദ്യ ശബ്ദങ്ങളിലൊന്ന് ഇന്ത്യയുടേതായിരുന്നു. നമ്മുടെ ധാർമ്മിക ശബ്ദം നമുക്ക് ഇവിടെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മിഡ്സോൺ സ്പീച്ച് മലയാളം മത്സരം തുടരുന്നു. നെക്സ്റ്റ് കോഡ് ലെറ്റർ C.